ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ശബരിമലയിൽ ദർശനം നടത്തി രാഷ്ട്രപതി ദ്രൌപദി മുർമു. കനത്ത സുരക്ഷയിൽ സന്നിധാനം. നാവികസേന കമാൻഡേഴ്സ് കോൺഫറൻസിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. കേന്ദ്രവും ലഡാക്ക് പ്രതിനിധി സംഘവും തമ്മിലുള്ള ചർച്ചകൾ ന്യൂഡൽഹിയിൽ ഇന്ന് പുനരാരംഭിക്കും. കേരളത്തിൽ അതിതീവ്ര മഴ തുടരും. ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. ICC വനിതാ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ വിശദമായി. ശബരിമലയിൽ ദർശനം നടത്തി രാഷ്ട്രപതി ദ്രൌപദി മുർമു. പമ്പയിൽ ഇരുമുടിക്കെട്ട് നിറച്ച ശേഷമാണ് രാഷ്ട്രപതി 18ാം പടി ചവിട്ടി സന്നിധാനത്തെത്തിയത്. സന്ദർശനത്തോടനുബന്ധിച്ച് കനത്ത സുരക്ഷയാണ് ശബരിമലയിൽ ഒരുക്കിയിരിക്കുന്നത്. ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി അല്പസമയം മുമ്പ് സന്നിധാനത്തു നിന്നും മടങ്ങി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. പമ്പ ഗണപതി ക്ഷേത്രത്തിൽ ഇരുമുടിക്കെട്ട് നിറച്ച് 4 വീൽ ഡ്രൈവ് ഖൂർക്ക എമർജൻസി പ്രത്യേക വാഹനത്തിൽ സ്വാമി അയ്യപ്പൻ റോഡിലൂടെയാണ് രാഷ്ട്രപതി സന്നിധാനത്തെത്തിയത്. പമ്പ ഗണപതി കോവിലിലെ കെട്ടുനിറ മണ്ഡപത്തിൽ കെട്ടുനിറച്ചാണ് സന്നിധാനത്തേക്ക് തിരിച്ചത്. തെളിഞ്ഞ കാലാവസ്ഥയാണ് പത്തനംതിട്ട, നിലയ്ക്കൽ, പമ്പ, സന്നിധാനം എന്നിവിടങ്ങളിൽ അനുഭവപ്പെടുന്നത്. രാഷ്ട്രപതിയുടെ വാഹനം കൂടാതെ 6 വാഹനങ്ങൾ രാഷ്ട്രപതിക്ക് അകമ്പടിയുണ്ട്. രാഷ്ട്രപതി ഉച്ചപൂജ ദർശനത്തിനു ശേഷം മടങ്ങും. തുടർന്ന് റോഡ് മാർഗം പത്തനംതിട്ട പ്രമാടത്തെത്തി ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്തേക്ക് പോകും. വലിയ സുരക്ഷാ സംവിധാനങ്ങൾ രാഷ്ട്രപതിക്കായി ഒരുക്കിയിട്ടുള്ളത്. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ രാജ്ഭവനിൽ മുൻ രാഷ്ട്രപതി KR നാരായണന്റെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്യും. തുടർന്ന് ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു സമാധി ശതാബ്ദി ആചരണത്തിന്റെ ഉദ്ഘാടനവും ശ്രീമതി മുർമു നിർവഹിക്കും. പാലാ സെന്റ് തോമസ് കോളേജിലെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിലും രാഷ്ട്രപതി നാളെ പങ്കെടുക്കും. മറ്റന്നാൾ എറണാകുളം സെന്റ് തെരേസാസ് കോളേജിലെ ശതാബ്ദി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത ശേഷം ശ്രീമതി മുർമു ഡൽഹിക്ക് മടങ്ങും. 4 ദിവസത്തെ കേരള സന്ദർശനത്തിനായി രാഷ്ട്രപതി ഇന്നലെ വൈകുന്നേരമാണ് തിരുവനന്തപുരത്തെത്തിയത്. സന്ദർശനത്തോടനുബന്ധിച്ച് തലസ്ഥാന നഗരിയിൽ കർശന സുരക്ഷ നിലനിൽക്കുകയാണ്. ഇന്നും നാളെയും നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ നാവികസേനയുടെ കമാൻഡേഴ്സ് കോൺഫറൻസിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ കമാൻഡേഴ്സ് കോൺഫറൻസിന് അതീവ പ്രാധാന്യമാണ് ഉള്ളത്. സേനാ മേധാവിമാർ, നാവിക കമാൻഡർമാർ തുടങ്ങിയവർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. കര, നാവിക, വ്യോമസേനകൾക്കിടയിലെ സംയുക്ത പ്രവർത്തനങ്ങളുടെ സാധ്യതകൾ ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ 3 ദിവസത്തെ കോൺഫറൻസിൽ നടക്കും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. 2ാം ഘട്ട തെരഞ്ഞെടുപ്പിനായുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്നലെ പൂർത്തിയായി. നാളെയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം. ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് അടുത്ത മാസം 6-നും 2ാം ഘട്ട വോട്ടെടുപ്പ് 11-നുമാണ് നടക്കുക. നവംബർ 14-നാണ് വോട്ടെണ്ണൽ. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ മുൻനിര നേതാക്കൾ സംസ്ഥാനത്ത് പ്രചാരണ രംഗത്തുണ്ട്. കേന്ദ്രവും ലഡാക്ക് പ്രതിനിധി സംഘവും തമ്മിലുള്ള ചർച്ചകൾ ന്യൂഡൽഹിയിൽ ഇന്ന് പുനരാരംഭിക്കും. ലേയിൽ കഴിഞ്ഞ മാസമുണ്ടായ അക്രമ സംഭവങ്ങൾക്ക് ശേഷം നടക്കുന്ന ആദ്യ ചർച്ചയാണിത്. ലഡാക്കിൽ നിന്നുള്ള 10 അംഗ പ്രതിനിധി സംഘത്തെ മുൻ MPയും ലേ അപ്പെക്സ് ബോഡി അധ്യക്ഷനുമായ തുബ്സ്റ്റാൻ ചെവാങ് നയിക്കും. ആഭ്യന്തര മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും. ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായുടെ നേതൃത്വത്തിൽ മുൻപ് നടക്കാനിരുന്ന ഉന്നതതല സമിതി ചർച്ചകൾ അക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ചിരുന്നു. വനവിസ്തൃതിയുടെ കാര്യത്തിൽ ആഗോളതലത്തിൽ 9ാം സ്ഥാനത്തേക്ക് ഉയർന്ന് പരിസ്ഥിതി സംരക്ഷണത്തിൽ സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ട് ഇന്ത്യ. വനസംരക്ഷണം, പരിസ്ഥിതി പ്രവർത്തനങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചുള്ള സർക്കാരിന്റെ നയപരിപാടികളുടെ വിജയമാണിതെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് പറഞ്ഞു. രാജ്യത്തെ ജനങ്ങളെ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കാൻ പ്രചോദിപ്പിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏക് പേഡ് മാ കെ നാം സംരംഭം ഹരിതാഭമായ ഭാവിക്ക് മുതൽക്കൂട്ടാവുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഉഡാൻ പദ്ധതിയിലൂടെ കഴിഞ്ഞ 9 വർഷത്തിനിടെ 3.23 ലക്ഷം വിമാന സർവീസുകളിലൂടെ 1.56 കോടിയിലധികം യാത്രക്കാർക്ക് സൌകര്യമൊരുക്കിയതായി വ്യോമയാന മന്ത്രാലയം. വിമാനയാത്ര സാധാരണക്കാർക്ക് പ്രാപ്യവും താങ്ങാനാവുന്നതും എന്ന ലക്ഷ്യത്തോടെയുള്ള സംരംഭമാണ് ഉഡാൻ എന്നും മന്ത്രാലയം വ്യക്തമാക്കി. വികസിത രാജ്യമെന്ന ലക്ഷ്യത്തിലേക്കുള്ള വളർച്ച സമൂഹത്തിന്റെ ഐക്യം വർദ്ധിപ്പിക്കുന്നതായി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. കൊല്ലം പെരിനാട് റെയിൽവേ സ്റ്റേഷനിൽ ഗുരുവായൂർ മധുരൈ എക്സ്പ്രസിന് പുതുതായി അനുവദിച്ച സ്റ്റോപ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ വിവിധ സ്റ്റേഷനുകളുടെ നവീകരണം, റെയിൽപാതകളുടെ വൈദ്യുതീകരണം തുടങ്ങി 20,000 കോടി രൂപയുടെ വികസനമാണ് നടപ്പാക്കുന്നതെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരും. ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തമിഴ്നാട്ടിലെ തീരപ്രദേശങ്ങളിലും വ്യാപക മഴ തുടരുകയാണ്. ഉരുൾപൊട്ടൽ ദുരന്തം വിതച്ച വയനാട് മേപ്പാടി പഞ്ചായത്തിലെ 11ാം വാർഡ് മുണ്ടക്കൈ ഇനി ഓർമ്മ. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുണ്ടക്കൈ വാർഡിലെ അവശേഷിക്കുന്ന വോട്ടർമാർ ചൂരൽമലയിലാണ് വോട്ട് ചെയ്യുക. ചൂരൽമല, മുണ്ടക്കൈ വാർഡുകളിൽ ഉൾപ്പെട്ട 236 വോട്ടർമാരാണ് ദുരന്തത്തിൽ മരിച്ചത്. ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് തയ്യാറാക്കിയ റിപ്പോർട്ട്. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുണ്ടക്കൈ വാർഡിലെ അവശേഷിക്കുന്ന വോട്ടർമാർ ചൂരൽമലയിലാണ് വോട്ട് ചെയ്യുക. പഴയ 12ാം വാർഡായ ചൂരൽമല വാർഡിലേക്ക് അവശേഷിക്കുന്ന ആളുകളെ ചേർക്കുകയായിരുന്നു. 11ാം വാർഡ് ചൂരൽമല മുണ്ടക്കൈ എന്നാണ് ഇനി അറിയപ്പെടുക. 1100 വോട്ടർമാരാണ് ഇവിടെയുള്ളത്. റാട്ടക്കൊല്ലി, പുഞ്ചിരിമട്ടം, 2ാം നമ്പർ തുടങ്ങിയ പ്രദേശങ്ങളിൽ 357 വീടുകളിലായി 988 വോട്ടർമാരായിരുന്നു ഉണ്ടായിരുന്നത്. സ്വന്തം പ്രദേശത്തെ പോളിംഗ് ബൂത്ത് ഉൾപ്പെടെ ഇല്ലാതായതോടെ വലിയ നിരാശയിലാണ് മുണ്ടക്കൈ നിവാസികൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക ശനിയാഴ്ച പ്രസിദ്ധീകരിക്കും. കരട് വോട്ടർ പട്ടികയിൽ 2.83 കോടി വോട്ടർമാരാണ് ഉള്ളത്. അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷമായിരിക്കും തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 26-ന്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് ജന്മദിനാശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷാ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിന് അദ്ദേഹം നടത്തുന്ന ശ്രമങ്ങൾ പ്രശംസനീയമാണെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. തമിഴ്നാട്ടിലെ വിവിധ ജില്ലകളിലും പുതുച്ചേരിയിലും വടക്കൻ ആന്ധ്രയിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചെന്നൈ, ചെങ്കൽപ്പേട്ട്, കാഞ്ചീപുരം മേഖലയിലെ വിദ്യാലയങ്ങൾക്ക് തമിഴ്നാട് സർക്കാർ അവധി പ്രഖ്യാപിച്ചു. തീരദേശ കർണാടകയിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഡൽഹി ദേശീയ തലസ്ഥാന മേഖലയിലെ വായു ഗുണനിലവാരം മോശം വിഭാഗത്തിൽ തുടരുന്നു. ഗുണനിലവാര സൂചികയിൽ ഇന്ന് രാവിലെ 345 രേഖപ്പെടുത്തിയത്. ICC വനിതാ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിനെ നേരിടും. ഇൻഡോറിൽ വൈകിട്ട് 3 മണിക്കാണ് മത്സരം. കൊളംബോയിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക പാകിസ്ഥാനെ 150 റൺസിന് പരാജയപ്പെടുത്തി. നവരാത്രി മുതൽ ദീപാവലി വരെയുള്ള കാലയളവിൽ രാജ്യത്തെ റീറ്റെയിൽ മേഖലയിൽ മൊത്തം വിറ്റുവരവ് 25% വർദ്ധിച്ചതായി റിപ്പോർട്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഉത്സവ സീസണിൽ 5.4 ലക്ഷം കോടി രൂപയുടെ സാധനങ്ങളുടെയും 65,000 കോടി രൂപയുടെ സേവനങ്ങളുടെയും വ്യാപാരം നടന്നതായി കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് നടത്തിയ രാജ്യവ്യാപക സർവേയിൽ കണ്ടെത്തി. GST ഘടനാ പരിഷ്കരണമാണ് പ്രധാനമായും വളർച്ചയ്ക്ക് കാരണമായതെന്നാണ് വിലയിരുത്തൽ. സ്വർണ്ണവില കുറഞ്ഞു. പവന് 2,480 രൂപ താഴ്ന്ന് 93,280 രൂപയും ഗ്രാമിന് 310 രൂപ കുറഞ്ഞ് 11,660 രൂപയുമാണ് ഇന്നത്തെ വില. വൈറ്റ് ഹൌസിൽ ഇന്നലെ നടന്ന ദീപാവലി ആഘോഷങ്ങളിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കെടുത്തു. ഇന്ത്യയിലെ ജനങ്ങൾക്കും ഇന്ത്യൻ അമേരിക്കൻ വംശജർക്കും ട്രംപ് ആശംസകൾ നേർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മികച്ച വ്യക്തിയും സുഹൃത്തുമാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിന് നന്ദി രേഖപ്പെടുത്തി. പാരീസിലെ ലൂവ്ർ മ്യൂസിയത്തിൽ ഞായറാഴ്ച നടന്ന കവർച്ചയിൽ $102 ദശലക്ഷം വിലമതിക്കുന്ന ആഭരണങ്ങൾ മോഷ്ടിക്കപ്പെട്ടതായി അധികൃതർ. രാജകുടുംബവുമായി ബന്ധപ്പെട്ട 8 അമൂല്യ ആഭരണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. 4 പേർ കൃത്യത്തിൽ പങ്കെടുത്തതായാണ് നിഗമനം. ക്രെയിൻ ഉപയോഗിച്ചാണ് സംഘം മ്യൂസിയത്തിന്റെ അപ്പോളോ ഗ്യാലറിയിൽ പ്രവേശിച്ചത്. ആഗ്ര ഡൽഹി റൂട്ടിൽ സഞ്ചരിച്ച ഗുഡ്സ് ട്രെയിനിന്റെ 12 വാഗണുകൾ മധുരയ്ക്ക് സമീപം ഇന്നലെ പാളം തെറ്റിയത് ട്രെയിൻ ഗതാഗതത്തെ സാരമായി ബാധിച്ചു. വൃന്ദാവൻ, അജ്ഹായ് സ്റ്റേഷനുകൾക്കിടയിലാണ് ട്രെയിൻ പാളം തെറ്റിയത്. തുടർന്ന് ചില ട്രെയിനുകൾ വഴിതിരിച്ചു വിട്ടതായും ട്രാക്കിന്റെ അറ്റകുറ്റപ്രവർത്തനങ്ങൾ തുടരുന്നതായും റെയിൽവേ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ശബരിമലയിൽ ദർശനം നടത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമു. കനത്ത സുരക്ഷയിൽ സന്നിധാനം. നാവികസേന കമാൻഡേഴ്സ് കോൺഫറൻസിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് നാളെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. കേന്ദ്രവും ലഡാക്ക് പ്രതിനിധി സംഘവും തമ്മിലുള്ള ചർച്ചകൾ ന്യൂഡൽഹിയിൽ ഇന്ന് പുനരാരംഭിക്കും. കേരളത്തിൽ അതിതീവ്ര മഴ തുടരും. ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. ICC വനിതാ ലോകകപ്പിൽ ഇന്ന് ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.